ഹായ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ഏതാ നോക്കാം. നോക്കടാ, ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ എവിടുന്ന് വന്നത്? ലിമിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നല്ലേ അല്ലേ? ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ലിമിറ്റ് നമ്മൾ അറിയണം, കണ്ടിന്യൂറ്റീൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീസ് വൈസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ആ ഫംഗ്ഷൻ 3 പീസുകളായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. വൺ ഓഫ് ദ പീസ് ഈസ് ദിസ്, second piece is 4 and third piece is thus, and each and every pieces are defined in a certain intervals. That intervals are called the domain of those particular functions. If x less than 0 on the samayat, the function is this. Whenever x is 0, that means only at one point function is defined as 4, and whenever x is greater than 0, means 0 to infinity, function is defined as this. So we have different functions according to their different domains. This is the definition of the function f of x. This all function together forms a big function which is what f of x. അപ്പോൾ f of x നമുക്ക് തന്നിട്ടുണ്ട്. This function is continuous at x equal to 0. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, തിയറി ഭാഗത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആണ് x equal to 0 എങ്കിൽ k1 സ്ക്വയർ പ്ലസ് k2 സ്ക്വയർ എന്താണ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. k1 ഉം k2 ഒക്കെ ഈ ഫംഗ്ഷനകത്തുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് k1 ഉം k2 ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് k1 സ്ക്വയർ പ്ലസ് k2 സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? യെസ്. അപ്പോൾ മക്കളെ, ഇവിടെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, പോയിന്റ് നമ്പർ 1, എന്താണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയാം, അറ്റ് 0 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 0 മൈനസ്, വിച്ച് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, is equal to f of 0 ആയിരിക്കും. അതുപോലെ f of 0 പ്ലസ് ഈക്വൽ ടു f of 0 ആയിരിക്കും. f of 0 മൈനസ് മീൻസ് x അപ്രോച്ചിങ് ടു 0 ബട്ട് സ്ലൈറ്റ്ലി ലെസ് ദാൻ 0 അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ലിമിറ്റ് എക്സ് അപ്രോച്ചിങ് ടു 0 ഫ്രം ദി ലെഫ്റ്റ്. 0ന്റെ ലെഫ്റ്റിൽ നിന്ന് എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നോക്കടാ, അതിന്റെ ഡൊമൈൻ 0ന്റെ ലെഫ്റ്റിൽ വരുന്ന ഡൊമൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0ന്റെ ലെഫ്റ്റിൽ കിടക്കുന്ന പോയിന്റ് ഒക്കെ ഈ ഒരു ഡൊമൈൻ അകത്ത് വരുന്നതാണ് അല്ലേ? എക്സ് ലെസ് ദാൻ 0 മീൻസ് എക്സ് 0യ്ക്ക് മുമ്പായിരിക്കും. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 0ന്റെ ലെഫ്റ്റ് നിന്നാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എക്സ് ഒരിക്കലും 0 അല്ല, എക്സ് ഇസ് അപ്രോച്ചിങ് ടു 0 ബട്ട് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഫംഗ്ഷൻ എടുക്കുകയാണ്. 2/x ഇൻറ്റു എന്താണടാ, സൈൻ ഓഫ് k1 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് സൈൻ ഓഫ് എന്താണ് k2 മൈനസ് 1 ഇൻറ്റു എക്സ്. ഇതാണ് ഫംഗ്ഷൻ. ഈ 2/x എന്നുള്ള ഈ എക്സിനെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് എവിടെ എഴുതാണ്? ഇവിടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ, ബൈ എക്സ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നോക്കാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ mx ബൈ എക്സ് എന്ന് പറഞ്ഞാൽ m ആണ് അല്ലേ? സൈൻ mx ബൈ എക്സ് എന്താണ്? m ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് mx ഫോം. ഇതൊരു m ആണെന്ന് വിചാരിക്കുക, ഈ കോൺസ്റ്റന്റ് m ആണ്. m ഇൻറ്റു ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്, ഇത് എക്സ് ആണ്. അപ്പോൾ എന്താണ് സൈൻ mx ബൈ എക്സ് എന്ന് പറഞ്ഞാൽ m ആണ്. വെൻ എക്സ് ടെൻസ് ടു 0 മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതാണ്, ഇത് നിങ്ങളുടെ m ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്താണ്? നിങ്ങളുടെ എക്സ് ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ആൻഡ് ദിസ് ആൻസർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്നുണ്ട് അല്ലേ? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാടാ? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 4 ആണ്. എഫ് ഓഫ് 0 ഈസ് ഡിഫൈൻഡ് ആസ് 4. ഇവിടെ ശ്രദ്ധിക്കണേ, എഫ് ഓഫ് 0 ഈസ് ഡിഫൈൻഡ് ആസ് 4. ഓക്കെ, അപ്പം നമ്മൾ എഴുതുന്നത് 2 ഇൻറ്റു k1 പ്ലസ് 1. എം എന്ന് പറഞ്ഞാൽ എന്താണ്? k1 പ്ലസ് 1 ആണ്. സോ k1 പ്ലസ് 1 പ്ലസ് 2 നമുക്ക് കോമൺ ആക്കി ഇടാം. ഇവിടെ എന്താ വരിക? k2 മൈനസ് 1. ഓക്കെ ഇല്ലടാ, k2 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ഇവിടെ 4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ആണ് അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു 4. എടാ, ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 എന്ന് വരും. ഇനി നമുക്ക് k1, ഈ മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഗെറ്റ് ആൻ ഇക്വേഷൻ k1 പ്ലസ് k2 ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ആസ് വെൽ ആസ് റൈറ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഇക്വേറ്റ് റൈറ്റ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. സോ റൈറ്റ് ലിമിറ്റ് അറ്റ് 0 എന്ന് പറഞ്ഞാൽ നോക്കണം മക്കളെ, റൈറ്റ് ലിമിറ്റ് അറ്റ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക എന്നുള്ളത് നോക്കാം കേട്ടോ. റൈറ്റ് ലിമിറ്റ് അറ്റ് 0 അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന ഇങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. And what is the function here? 0 plus means x approaching to 0, but x is slightly more than 0, which means you have to consider this function only.
കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ആ ഫംഗ്ഷൻ എടുക്കുകയാണ്. സോ വി ഗെറ്റ് 2/x. എന്താണ് മക്കളെ ഫംഗ്ഷൻ? 2/x ഇൻറ്റു ലോഗരിതം ഓഫ് 2 plus k1x divided by 2 plus k2x എന്നാണുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു 0. ഇറ്റ് സ്റ്റിൽ 4 ആണ്. അത് മാറ്റമൊന്നുമില്ല. വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് എക്സിന് 0 എന്ന് ഇട്ട് കൊടുത്താൽ എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ LHLനും 4 ഇക്വേറ്റ് ചെയ്യണം, RHLനും 4 ഇക്വേറ്റ് ചെയ്യണം, ബിക്കോസ് ദിസ് ഫംഗ്ഷൻ ഈസ് ഗിവൻ ടു ബി കണ്ടിന്യൂസ്. ഓക്കെ എടാ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഇത് നേരിട്ട് നമുക്ക് 0 കൊടുക്കാൻ കഴിയില്ല ഇവിടെ, കാരണം 2/x ഒക്കെ വരുന്നുണ്ട് അല്ലേ. പിന്നെ ലോഗ് 2/x എന്ന് പറയുമ്പോൾ 0 പ്ലസ് ആകുമ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യും. ദിസ് ഇസ് നോട്ട് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ലിമിറ്റ് ആൻസർ എപ്പോഴും ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. So this is not a finite quantity when we applying the value of when we applying x equal to 0 in the direct sense. അവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ അൺഡിഫൈൻഡ് ആയിട്ട് വരും, ഇൻഫിനിറ്റിയിലേക്കൊക്കെ പോകും. സോ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന ഇങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. എടാ ഈ 2 ഇവിടെ നിൽക്കട്ടെ. 2 ഒരു കോൺസ്റ്റന്റ് അല്ലേ, ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലിമിറ്റ് ആണ്. 2 അവിടെ നിൽക്കട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ 2ഉം റൈറ്റിലെ 4ഉം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ലോഗ് a ബൈ ബി അപ്ലൈ ആണ്. സോ ലോഗ് a എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് 2 plus k1x. ഓക്കെ, അപ്പം ഞാനതിനെ കുറച്ച് താഴേക്ക് മാറ്റി എഴുതാം. ജസ്റ്റ് മൊമെന്റ്. ഓക്കെ, ഇവിടെ സ്ഥലമില്ല. എനിവേ നമുക്കൊരു കാര്യം ചെയ്ത് അടുത്ത പേജിലേക്ക് ഞാൻ മാറ്റാം കേട്ടോ. യെസ്, ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ ഇത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ലോഗ് a ബൈ ബി ഞാൻ ലോഗ് a അപ്ലൈ ചെയ്തു. അപ്പോൾ 2നെ പുറത്തെടുത്തു. 1/x അവിടെ ഉണ്ട്. 1/x ഞാൻ എഴുതിയിട്ടില്ല. ലോഗ് a ബൈ ബി എഴുതാണ്. മൈനസ് ലോഗ് ബി ആണ്. വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ്. a ബൈ ബിയിലെ ബി. സോ 2 plus k2x ആണ് അല്ലേ. ലോഗ് ഓഫ് 2 plus k2x ആണ്. എടാ ഇനി ഇവിടെ ബൈ എക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. ബൈ എക്സ് ഇട്ട് കൊടുത്തു. ആൻഡ് ദിസ് ഈക്വൽ ടു 3 മക്കളെ 4 ആണ്. ദിസ് ഈക്വൽ ടു 4. നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. വി ഗെറ്റ് 2 ഇക്വേഷൻസ്. കഴിഞ്ഞ സംഭവം. സോൾവ് ഇക്വേഷൻസ് വിത്തിൻ സെക്കൻഡ്സ്, ഗെറ്റ് ദ ആൻസർ. അത്രയേ ഉള്ളൂ സംഭവം. ഇതിൽ നമ്മൾ 0 പ്ലസ്, ഇവിടെ നമുക്ക് 0 പ്ലസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല. ലോഗ് 1 plus x by x എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ലോഗ് 1 plus x by x 1 ആണ്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗത്തിൽ ആൻസർ ആയി. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇട്ടിടാ? അതിന് മുമ്പ് ഒരു കാര്യം ചെയ്തോ, ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്യുമ്പോൾ 3 ഇട്ടു, ഇവിടെ 2 ഇട്ടു അല്ലേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇട്ടാ? 1/2 plus k1x. ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. 1/, ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x അല്ലേ. അപ്പോൾ 1/2 plus k1x. ഇനി 2 plus k1xന്റെ ഡെറിവേറ്റീവ് എന്താണ്? k1 ആണ്. കാരണം എന്താ? 2 0 ആണ്. 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. k1xന്റെ ഡെറിവേറ്റീവ് k1 ആണ്. ഇനി ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ഉണ്ട് അല്ലേ. ഈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. ഓക്കെ, 1 ആണ്. അപ്പോൾ നമ്മളത് എഴുതണ്ട, 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് ഇവിടെ അതുപോലെ 1/2 plus k2x. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 plus k2x എന്നാണ് k2 ആണ്. പിന്നെ ഡിനോമിനേറ്ററിൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ദിസ് ഈക്വൽ ടു 3 ആണ്, 2 ആണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കടാ, എക്സ് കാണുന്ന സ്ഥലത്ത് എക്സ് എവിടെ കാണുന്നുണ്ട്? എക്സ് ഇതാ ഇവിടെ കാണുന്നുണ്ട് എക്സ്, അതുപോലെ ഇവിടെ കാണുന്നുണ്ട് എക്സ് അല്ലേ. എക്സ് നമ്മൾ എന്തിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക k1/2 എന്ന് കിട്ടും. ബിക്കോസ് എക്സ് 0 ആകുമ്പോൾ താഴത്തെ k1 0 ആയി പോകും. 2 plus k1 into 0, 2 എന്നേ കിട്ടുള്ളൂ. മൈനസ് k2 divided by 2 plus 0, അതും 2 കിട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് k1 minus k2 ഈക്വൽ എന്ന് കിട്ടിയടാ. ഈ 2നെ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 എന്ന് കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ 2. See, we already have equation 1, k1 plus k2 is equal to 2 അല്ലേ. k1 plus k2 is equal to നമുക്ക് 2 ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് ആഡ് ദീസ് 2 ഇക്വേഷൻസ്. അപ്പോൾ k1 plus k2 എന്ന് പറഞ്ഞാൽ 2k1. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 2k1. 2k1 is equal to 6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് k1 is equal to 3 എന്ന് കിട്ടി അല്ലേ. k1 3 ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? k2 കിട്ടിയില്ലടാ. സോ k2 is equal to 2 minus k1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 minus k1 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3 ആണ്. 2 minus 3 minus 1 ആണ്. So we have to find out k1 square plus k2 square. So what is the final answer? k1 square plus k2 square എന്ന് പറഞ്ഞാൽ 9 plus 1, that is equal to 10 ആണ്. ഓപ്ഷൻ 4 is correct. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇത് വെരി ലെങ്തി ഒന്നുമല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ കൂടുതൽ മനസ്സിലാൻ വേണ്ടി ഡീറ്റെയിൽ എഴുതിയെന്നേ ഉള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്ത് മാക്സിമം ഇത് സിംപ്ലിഫൈ ചെയ്ത് മാക്സിമം ചുരുക്കി എഴുതി ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ,
അപ്പം ഞാനിവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമല്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് നമുക്ക് വേറെ അപ്രോച്ചുകളൊന്നും ഇല്ല. കാരണം ഇത് ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ sin mx/x എന്നുള്ളതിന് m എന്ന് യൂസ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി k1+1 × x എന്ന് ഡയറക്റ്റ് എഴുതി ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.